അങ്ങോട്ട് നോക്ക്. അതും കൊണ്ട അതും കൊണ്ട ആ കയ്യും കൊണ്ട അതും കൊണ്ട ഈ കയ്യും കൊണ്ട ഈ കയ്യും കൊണ്ട ഇത് കൊണ്ട. കൈ മാറ്റി കൊടുത്തേ. മറ്റേ കൈ കൊടുത്തല്ലയോ. മറ്റേ കൈ കൊടുക്ക്. മറ്റേ കൈ കൊടുക്കടി. മറ്റേ കൈ കൊടുക്ക്. ഒക്കെ അവിടെ ഇരിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ്. ഈ കൈ കൊണ്ടടി. ആ ഗുഡ് ഗേൾ. ലിയോ ഇങ്ങോട്ട് നോക്കേ. ലിയോ ഇങ്ങോട്ട് നോക്കേ. ഇങ്ങോട്ട് നോക്കടി. ലിയോ ഇങ്ങോട്ട് നോക്കേ. അങ്ങോട്ട് നോക്കടി. കളിക്കാണ് ഇപ്പം നിങ്ങളോട് കൊഞ്ചിക്കിട്ടേ. ലിയോ പെണ്ണേ ഇന്നത്തെ ചായക്കടി? ഞാൻ കഴിച്ചു. ഇന്ന് പുട്ടായിരുന്നു. ലിയോ കയറി പോവാ. ലിയോ പോവാ പോവാ. വണ്ടി കയറിക്കേ. വണ്ടി കയറിക്കേ. വണ്ടി കയറി. മാന്തി പറഞ്ഞാലേ ഓക്ക് പോള്ള വണ്ടിയല്ലേ ഇത് അല്ലേ? എന്താടി കണ്ണില്? നോട്ടെ നോട്ടെ നോട്ടെ. നിക്ക് അടങ്ങിക്ക്. അടങ്ങി നിക്കടി. അല്ലേ മറ്റേ മറ്റേ സാധനല്ലേ എന്താ നിങ്ങള് നിക്കട്ടോ. ലിയോ ഞങ്ങള് രാത്രി എന്നാ പോവാ. പോലെ എന്നാ ടാറ്റ എടുത്തോളാം. ടാറ്റ എടുത്ത് ഇങ്ങനെ അടിക്കും. ഇങ്ങനെ ടാറ്റ ടാറ്റ എടുത്തേ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്തേ. കൊടുക്കോ? ടാറ്റ കൊടുത്തോളൂ. എന്നാൽ കൈ കൊടുത്തോളൂ. കൈ ഞങ്ങൾ തരും. ടാറ്റ തരാനൊന്നും ആയിട്ടില്ല ഞങ്ങൾ. ആ പോവാ 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 പോവാ. വാ പോവാ. കയറി. അടങ്ങി 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 അടങ്ങിയിരിക്കും. രാവിലത്തെ ഫുഡ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. ലിയോൻ്റെ രാവിലത്തെ ഫുഡ് പാലാണ് കേട്ടോ. പാല് നമ്മൾ ഒരു ഗ്ലാസ് അല്ല, നമ്മുടെ ആ മറ്റേ കേടുവരാത്ത ടൈപ്പ് പാലില്ലേ, ഗുഡ് ലൈഫ്, അതാണ് നമ്മൾ വാങ്ങിയത്. അത് വാങ്ങിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് കൊടുക്കുക. ഗുഡ് ലൈഫിൽ നമുക്ക് പാല് കാച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അതേപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പം അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലത്തെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റാണിത് കഴിക്കുന്നത് കേട്ടോ. ഓരോ നേരത്തെ ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകും രാത്രിയും മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് അത് ഇതൊന്നും കഴിക്കില്ല. അതായത് ബിസ്ക്കറ്റ് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല ആൾക്ക്. ഇങ്ങനത്തെ ഫുഡ് ഉച്ചയ്ക്ക് ചിക്കൻ തന്നെ വേണം. ചിക്കൻ എന്ന് പറഞ്ഞാൽ ലിവറാണ് കൂടുതലും താല്പര്യം. ചിക്കനോടും അല്ലെങ്കിൽ ഒരുപാട് എല്ലുള്ള സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ ഈ കല്യാണത്തിന് കിട്ടുന്ന നെയ്ച്ചോറ്, ബിരിയാണി അതൊന്നും കഴിക്കില്ല ആള്. ഫുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള ചിക്കനൊക്കെ കഴിക്കുള്ളൂ. മഞ്ഞപ്പൊടി മാത്രം കേട്ടോ, ഉപ്പിടാൻ പാടില്ല. പിന്നെ തൈര്, ചോറ്, ഇതൊക്കെ വലിയ കാര്യമാണ്. ഒരു ദിവസം ഒരു നേരമൊക്കെ തൈരും ചോറും കഴിക്കും. പിന്നെ ഫുഡ് ഇതാണ്, അതായത് ചിക്കനല്ല ലിവർ ഇപ്പോൾ ഒരു 3 ദിവസത്തിനൊക്കെ സൂപ്പറായിട്ട് ലിവർ ഉണ്ടായിരിക്കും. അതായത് 50 ഉറുപ്പിക വാങ്ങിയാൽ തന്നെ 3 ദിവസത്തിനൊക്കെ സൂപ്പറായിട്ട് കിട്ടും. ഇതിപ്പോൾ പാലുകൂടി കഴിഞ്ഞു, സുന്ദരിയായി. ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ? ഒന്ന് ഇറങ്ങിക്കോ. കയറി വണ്ടി കയറിക്കോ. എന്താ ഈ ഇത് ചളിയാണ് എൻ്റെ മേത്ത്. നോട്ട് ഇവിടെ നിന്ന്. എന്തേ ശരി, ചളിയാക്കല്ലോ. ചളിയാക്കരുത് കേട്ടോ. മുന്നിലോടണം എന്തിനറിയോ? കൊണ്ടൂല മേടിച്ചിട്ടുള്ള പോക്കാണ്. പെണ്ണ പരിപാടി ചളി മേത്ത് കൂടെ ഉണ്ട് എൻ്റെ. എന്താ പരിപാടി ഇന്ന്? അത് ചളിയാക്കല്ലേ. എന്താ ഇന്നത്തെ പരിപാടി? ചളിയാക്കല്ലേ ചെയ്യോ? അത് വണ്ടിമേ തൊട്ടത്. വണ്ടിമേ മര വീഴും. വണ്ടി കയറി. എൻ്റെ അമ്മോ, അവിടെ അല്ല, ഇപ്പുറത്ത് കയറി.
ഇവിടെ കയറിക്കോ. വാ ഇവിടെ വായിലടച്ച്. ഞാൻ തന്നെ അടയ്ക്കണല്ലേ. സീറ്റ് കയറല്ലേ. അളിയോ അവിടെ ഇരുന്ന് സീറ്റ്. വേറെ നല്ലട ചളി പിളിയായിക്കണേ. കിടക്കണല്ലേ. അടങ്ങിയിരിക്കണം കേട്ടോ. സുന്ദരി അടങ്ങിയിരിക്കണേ. സുന്ദരിയാണോ? അയ്യോ സുന്ദരിയാണോ? അയ്യോ ഈ സുന്ദരിയാണോ? അടി അവിടെ ഇരുന്നേരിയോ. സിറ്റ് സിറ്റ്. ലിയോ ഇരുന്നവിടെ. അവിടെ ഇരുന്ന് നല്ല കുട്ടിയായിട്ടിരിക്കും. അടങ്ങിയിരിക്കട്ടാ. എന്താ ബാ. ഉച്ചയ്ക്ക് ലിയോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ്ടത്. അത് കൊടുക്കുന്നത് ഇതാണ്. ഞാൻ ഡബ്ബീണേനാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഒച്ച അടങ്ങി നിൽക്കുക. പാട്. ഞാൻ ഡബ്ബീണ മുടക്കണ്ടോ. തൈര് നമുക്ക് ഇതിൽ വയ്ക്കാം. പറയേ എനക്ക് ഡബ്ബിയാണ് പൂതി കഴിയട്ടെ. എടാ ഇതൊന്നും ഡബ്ബി ചെയ്തോട്ടെ. പാടിക്കോ. പാട്ട് തന്നെ ഉണ്ടായിക്കോട്ടെ. നല്ല കാര്യം. നമ്മള് ചോറിങ്ങനെ കുഴയ്ക്കും. ഇത് കളിക്കണ്ട മോനെ. ഇന്ന് ലിയോന്റെ ഉച്ചക്കുള്ള ഫുഡാ അത്. കണക്കോണം. തൈരും ചോറും. ഉപ്പൊന്നും ഇടൂല കേട്ടോ. ഇനിപ്പാ ആ കുപ്പി എടുത്തോ. ആ കുപ്പിയും അതിൻ്റെ ഉപ്പ്. ചോറ് ഇതാണ്. ചോറും മോരും കേട്ടോ. ഞാൻ ഇപ്പോൾ ലിയോയ്ക്ക് കൊടുക്കും. ചോറ് ഓള പാത്രത്തേക്ക്. ചോറും തൈരും മാത്രം കേട്ടോ. ലിയോ എന്നാ. ഇതങ്ങനെ അവള് ഉച്ചയ്ക്കുള്ള ഫുഡ് അവൾ കഴിച്ചു. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു. ഇനി നമുക്ക് രാത്രിയിലത്തെ ഫുഡ് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ്. രാത്രിയിൽ നമുക്ക് ലിയോയ്ക്ക് ഉള്ള ഫുഡ് ചിക്കൻ്റെ ലിവറാണ് കാര്യമായിട്ട്. വേണ്ട വേണ്ട പോവാം. മുന്നിൽ അവിടെ ഇരുന്നു ഇറങ്ങണ്ട. നമ്മൾ കൊടുക്കാറ്. ഇപ്പം ലിവറിൽ മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് ചൂടാക്കി പറഞ്ഞാൽ ഒന്ന് വേവണം. കാരണം ലിവറൊന്ന് ഉടഞ്ഞ് കിട്ടാനും ലിവറൊന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ മുകളിൽ നമ്മൾ ചോറിട്ടു. അതിൽ മഞ്ഞപ്പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ. അനാവശ്യമായിട്ട് വേറെ സാധനങ്ങളൊന്നും കയറ്റില്ല. ഉപ്പ് പോലും ഇടില്ല. അത് ഞാൻ പറഞ്ഞ ഒരു കല്യാണത്തിൻ്റെ ഫുഡൊന്നും കിട്ടിക്കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അവൾക്ക് താല്പര്യമില്ല. ഇതിൽ നല്ല രീതിയിൽ നമ്മൾ ലിവർ ഉടയ്ക്കും. കാരണം ലിവർ അതിൽ മൊത്തത്തിൽ ഉടഞ്ഞാലേ അവൾക്കത് കഴിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. എന്നാലേ ചോറ് മൊത്തം കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ ആ ലിവർ മാത്രം പെറുക്കിയെടുത്ത് തിന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശരിക്കും ഉടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, അതായത് ചോറ് മൊത്തത്തിൽ കലങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അവൾക്ക് കൊടുക്കുള്ളൂ. ഇത് ലിവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കഷ്ണം 2-3 കഷ്ണം നമ്മൾ എടുത്താൽ മതി.
50 രൂപയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 3 ദിവസം പോവും. അത്രയും ചിക്കൻ ഉണ്ടാവും. 3-4 ദിവസം എന്തായാലും ലിവർ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക ചെയ്യുക. തണുത്ത പാടെ അപ്പോൾ തന്നെ എടുത്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ പട്ടിക്കുട്ടിക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അതായത് ഇങ്ങനെ ഫുഡ് കൊടുത്താൽ പോരാ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പട്ടിക്കുട്ടികളുണ്ട് എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കിത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. നമുക്കിപ്പോൾ ഒരു 3800 സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കാറ്.